الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابذوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സസൂക്ഷ്മം ശ്രദ്ധിച്ച് ജീവിച്ച് അവന്റെ സ്വർഗം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാവ്, നമ്മുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ഒരു അനുഗ്രഹമാണെന്നും ആ ബോധത്തോടു കൂടി അതിനെ വിനിയോഗിക്കേണ്ടതുണ്ട് എന്നും നമ്മെ രക്ഷപ്പെടുത്താനും അപകടപ്പെടുത്താനും ഈ ഒരു അവയവം കൊണ്ട് സാധിക്കും എന്ന ബോധം ജീവിതത്തിലുടനീളം നമ്മളിൽ ഉണ്ടാവണമെന്നുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. അത് അത്രയും ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് എന്നതിനാൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതും വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ വിശദീകരണം അധികമില്ലാതെ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ സംസാരം ഖുതുബ ശ്രവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി കൂടി ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ ഇൽമാലില്ല. ഒരടിമ, ഒരു വിശ്വാസി, അവൻ ചില കലിമത്തുകൾ, ചില പദങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലാ യുൽഖി ലഹാ ബാല. പക്ഷെ ആ പറയുന്ന വാക്കുകൾക്ക് അവൻ വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ല. അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കും എന്ന കാര്യമൊന്നും അവൻ ആലോചിച്ചിട്ടില്ല. അതുമൂലം
യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്. ആ സംസാരങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ഒരുപാട് പദവികൾ അവനെ ഉയർത്തുന്നതാണ്. അതുപോലെ തന്നെ വഇന്നൽ അബ്ദാല യതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ല. അള്ളാഹുവിന് കോപമുണ്ടാകും, അവന് ദേഷ്യമുണ്ടാകും, അവൻ വെറുത്തിട്ടുള്ള, അവൻ വിരോധിച്ചിട്ടുള്ള ചില പദങ്ങൾ, കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും. ലാ യുൽഖീലഹാ ബാല. അതിനും അവനൊരു വില കൽപ്പിച്ചിട്ടുണ്ടാവില്ല. ഇത്ര ഗൗരവമേറിയ വിഷയമാണ് എന്നൊന്നും അവൻ ആ ബോധത്തോട് കൂടിയിട്ടല്ല, അവൻ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് വിലക്കിയതാണ്, പ്രവാചകൻ വിലക്കിയതാണ്. പക്ഷേ ആ സംസാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്വീ ബിഹാ ഫീ ജഹന്നം, അവനെ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുചെന്നിടുന്നതാണ്. നമ്മുടെ നാവ് കൊണ്ടാണ്, നമ്മുടെ സംസാരം കൊണ്ടാണ്, വലിയ ഗൗരവത്തിൽ എടുത്തുകൊണ്ടല്ല രണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ ഒന്ന് നമ്മെ അള്ളാഹുവിന്റെ പദവികൾ ഉയർത്തിക്കൊണ്ട് അവന്റെ അടുക്കലേക്ക് നമ്മെ അടുപ്പിക്കുമെന്നും, മറ്റൊന്ന് നമ്മെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ശിക്ഷയായ നരക ശിക്ഷ അനുഭവിക്കാൻ കാരണക്കാരാക്കി തീർക്കുമെന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസ്റുദുൽ ഹദീസ കസർദികും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഈ സംസാരിക്കുന്നത് പോലെ തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നില്ല. മറിച്ച് പ്രവാചകന്റെ സംസാരം കാന യുഹദ്ദിസു ഹദീസൻ ലൗ അദ്ദഹുൽ ആദ്ദു ലാ അഹ്സാഹു. പ്രവാചകൻ സംസാരിക്കുന്ന സംസാരത്തിലെ ഓരോ പദങ്ങളും എണ്ണിക്കണക്കാക്കേണ്ടതന്നെ, അത് കണക്കാക്കാൻ പറ്റുന്ന അത്രയും ശ്രദ്ധയോടുകൂടിയും സാവകാശത്തിലുമായിരുന്നു പ്രവാചകൻ സംസാരിച്ചിരുന്നത്. വല്ല പിഴവോ പോരായ്മയോ അതിലുണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെയാണ് സംസാരിച്ചിരുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇന്നർ റജുല ലയദ്നൂ മിനൽ ജന്ന. ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിനോട് അടുത്തിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അവൻ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, അവൻ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, അവൻ മറ്റ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഹത്താമാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ഖീദു റുംഹിൻ. അവന്റെയും ആ സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു കുന്തത്തിന്റെ അത്ര അകലമേ ഉണ്ടാകും. അത്രമാത്രം അവൻ സ്വർഗത്തിനോട് അടുത്തിട്ടുണ്ടാകും. അപ്പോ അവൻ ചില സംസാരം സംസാരിക്കും. അപ്പൊ അവന്റെ നാവ് കൊണ്ട് ചില സംസാരങ്ങൾ വരുന്നു. ആ സംസാരം സംസാരിച്ചതിന്റെ പേരിൽ, അവന്റെ നാവ് അങ്ങനെ ഉപയോഗിച്ചതിന്റെ പേരിൽ സ്വനായിനേക്കാൾ അവൻ സ്വർഗത്തിൽ നിന്ന് അകന്നു പോകുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ സ്വർഗത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ അമലുകളിലൂടെ അവൻ നാവിനെ വേണ്ടാത്ത രൂപത്തിൽ ഉപയോഗിച്ചപ്പോ, അവന്റെ സംസാരം വേണ്ടാത്ത രൂപത്തിൽ ഉപയോഗിച്ചപ്പോ, മദീനയിൽ നിന്ന് വളരെ വിദൂരത്തുള്ള ഒരു സ്ഥലമാണ് സ്വൻആ എന്ന് പറഞ്ഞത്. ആ സ്വൻആയിനേക്കാൾ അല്ലാഹു അവനെ സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. അതിന്റെ ഗൗരവം, നമ്മുടെ സംസാരത്തിന്റെ ഗൗരവം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസാരം അബദ്ധത്തിലായിരുന്നാൽ പോലും വായിൽ നിന്ന് വന്നു പോകുന്ന ഒരു വാക്ക് കൊണ്ട് ജീവിതം തന്നെ താറുമാറായി പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ജീവിതം കൂട്ടിയിണക്കുവാനും ബന്ധപ്പെടുത്തുവാനും സുദൃഢമാക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അത് പ്രയോജനപ്പെടുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചിലപ്പം ചില വാക്കുകൾ, ചില പ്രസ്താവനകൾ അത് സമൂഹത്തിലാകമാനം കലാപമുണ്ടാക്കുവാൻ വരെ അത് കാരണമായി തീരാറുണ്ട്. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾ അത് നാവ് കൊണ്ടുണ്ടാകുന്ന, സംസാരങ്ങൾ കൊണ്ടുള്ള ആ രൂപത്തിലുണ്ടാകുന്ന അബദ്ധങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഒരു സമൂഹത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നേർവഴിയിലൂടെ നടത്തുവാനും
അതുപോലെ തന്നെ അവരെ ദുർനടപ്പിലൂടെ അവരെ ചലിപ്പിക്കുവാനുമെല്ലാം മനുഷ്യന്റെ നാവ് സംസാരം ഉപയോഗിച്ചാൽ അതുകൊണ്ട് സാധിക്കും എന്നത് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, ഇന്നി ലഅദഉ കസീറൻ മിനൽ കലാമി മഖാഫതൽ മുബാഹാത്ത്. പെരുമ പറച്ചിലായി പോകുമോ എന്ന് ഭയമുള്ളതിനാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ പലതും ഞാൻ പറയാറില്ല. അത് പറഞ്ഞാൽ ഞാനൊരു തൻപൊക്കിയായി തീരുമോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവനായി പോകുമോ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്റെ പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങൾ പോലും ഞാൻ എടുത്തു പറയാറില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഹാത്തിമുൽ അസം റഹിമഹുല്ലാഹ് പ്രമുഖ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ്, ഇന്നി ലാ ഉഹിബ്ബു അൻ അതകല്ലമു കലിമതൻ, ഞാൻ ഒന്നും തന്നെ സംസാരിക്കാറില്ല, ഖബ്ല അൻ അസ്തഇദ ജവാബഹാ ലില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ ഉത്തരം ഞാൻ കണ്ടുവച്ചിട്ടല്ലാതെ. അള്ളാന്റെ അടുക്കൽ ആ പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ എന്നോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, നീ അങ്ങനെ പറയാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചാൽ, യാ റബ്ബി ലികദാ, പടച്ചോനെ ഇന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയാനുള്ള ഉത്തരം കണ്ടുവച്ചിട്ടല്ലാതെ ഞാനൊരു വാക്കും സംസാരിക്കാറില്ല, ഉരിയാടാറില്ല എന്ന് ഹാത്തിമുൽ അസം റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്ന ലിസാനൽ ഹകീമി മിൻ വറാഇ ഖൽബിഹി, ഒരു ബുദ്ധിമാന്റെ ഒരു വിവേകിയുടെ നാവ് എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ പുറകിലാണ്. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അവന്റെ ഹൃദയത്തിന്റെ പുറകിലാണ്. വല്ലതും സംസാരിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ അവന്റെ മുന്നിലുള്ള ഹൃദയത്തോട് ചോദിക്കും, ഞാനത് പറയണമോ, ഞാനത് പറയാൻ പറ്റുന്നതാണോ, എനിക്ക് പറയാൻ അനുവദിക്കപ്പെട്ടതാണോ, അതിന്റെ പേരിൽ എനിക്ക് ഗുണമാണോ ഉണ്ടാവുക, അതിന്റെ പേരിൽ സമൂഹത്തിന് ദോഷമാണോ ഗുണമാണോ ഉണ്ടാവുക എന്ന് മുന്നിലുള്ള ഹൃദയത്തോട് ചോദിക്കും. നീ പറഞ്ഞോ എന്ന് ആ ഹൃദയം പറഞ്ഞാൽ അവൻ പറയും, അത് പറഞ്ഞാൽ നിനക്ക് ദോഷമാണ്, കുറ്റമാണ് എന്ന് ഹൃദയം അവനോട് പറഞ്ഞാൽ അവൻ അത് പറയില്ല. വിശ്വാസിയായ വിവേകിയായ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ സംസാരിക്കുന്നതിന് മുമ്പേ അവന്റെ ഹൃദയത്തോട് അനുവാദം ചോദിക്കും എന്നാ പറഞ്ഞത്. അങ്ങനെ ചോദിച്ച് അവന് ഗുണകരമാണ് എങ്കിൽ മാത്രമേ അത് സംസാരിക്കുകയുള്ളൂ എന്ന്. എന്നാൽ വൈനൽ ജാഹില, അവിവേകിയായ ഒരു മനുഷ്യൻ, അവൻ ഖൽബുഹു ഫീ തറഫി ലിസാനിഹി, അവന്റെ നാവിന്റെ തുമ്പത്താണ്, അവന്റെ നാവ്, അവന്റെ കൽബിന്റെ തുമ്പത്താണ് ഈ നാവിരിക്കുന്നത്. അവന്റെ നാവ് എവിടെയാണ്? അത് സംസാരിക്കുന്നതിന് മുമ്പ് അതിനോട് ചോദിക്കുകയില്ല, ആദ്യം സംസാരമാണ്. ലാ യർജിഉ ഇലൽ ഖൽബി, അവൻ ഹൃദയത്തിലേക്ക് മടങ്ങൂല, കാരണം നാവ് മുന്നിലാണ്. നാവ് പറയാനുള്ളതൊക്കെ പറയും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ചില ആളുകളുടെ സംസാരമാണ്. പറയുന്ന പരസ്പരം തെറ്റുന്ന അകലുന്ന സമയത്തൊക്കെ ചിലർ പറയാറുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, എന്നെ കൊണ്ട് വാ തുറപ്പിക്കണ്ട എന്നൊക്കെ നമ്മൾ ചില ആളുകൾ അങ്ങനെ സംസാരിക്കുന്നതിൽ പറയാറുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ തുറന്നാൽ ആ നിർത്തുന്ന സ്വഭാവം ഉണ്ടാവില്ല, ഞാൻ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞു പോകും, എന്റെ സംസാരം നിനക്ക് അറിയില്ല എന്നതൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് അവിവേകിയുടെ സ്വരമാണ്, അവിവേകിയുടെ ബുദ്ധിശൂന്യന്റെ സ്വരമാണ്, അവൻ വിശ്വാസത്തിൽ നിന്ന് അകന്നവന്റെ സ്വരമാണ്. അവന്റെ നാവാണ് മുന്നിൽ നിൽക്കുന്നത്, കൽബിനോട് അവൻ ചോദിക്കൂല. എന്താണോ നാവിൽ വരുന്നത് അതാണ് അവൻ സംസാരിക്കുക. അപ്പൊ ആ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹുജറാത്ത് 49-ാം അധ്യായം, സൂറത്ത് അൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളിൽ ഒരു വിഭാഗവും
മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. അത് മുസ്ലിംകൾ പരസ്പരമാകട്ടെ, അല്ലാത്ത ജനവിഭാഗങ്ങൾ പരസ്പരമാകട്ടെ, അവരെ നിങ്ങൾ ഈ രൂപത്തിൽ പരിഹസിക്കുവാൻ പാടില്ല. കാരണം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ആ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. വലാ നിസാഉൻ മിൻ നിസാഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെയും പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, കാരണം ഈ പരിഹസിക്കുന്ന സ്ത്രീകൾ പരിഹസിക്കപ്പെടുന്നവരെക്കാൾ ഉത്തമരായിക്കൊള്ളണമെന്നില്ല, അവരെക്കാൾ മോശമായിരിക്കും. ഇവിടെ മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നിടത്ത് ആദ്യം പറഞ്ഞ സ്ഥലത്ത് തന്നെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് തന്നെ അതിന്റെ വിശദീകരണത്തിൽ സ്ത്രീകളും ഉൾപ്പെടുന്നതാണ്. എന്നാൽ പ്രത്യേകമായി അതിനുശേഷം വലാ നിസാഉൻ മിൻ നിസാഇൻ എന്ന് പ്രത്യേകം അല്ല സ്ത്രീകളെ എടുത്തു പറയാൻ കാരണം അവരിലൂടെയാണ് ഈ സംസാരത്തിന്റെ, അതുപോലെ നാവിന്റെ ദൂഷ്യം കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം ധാരാളമായിട്ടുണ്ടാവാറുള്ളത്. അവിവേകികളെ പോലെ സംസാരം അവരിൽ നിന്നാണ് പ്രകടമാകാറുള്ളത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം സ്ത്രീകളെ പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം എന്ന് മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുത്. ആരോടൊന്ന് പറഞ്ഞത്? ഏടോ അമേരിക്കയിലുള്ള ആൾക്കാരോടല്ല, ലണ്ടനിലോ മറ്റ് സ്ഥലങ്ങളിലോ ജീവിക്കുന്ന ആളുകളോടല്ല, എന്നോടും നിങ്ങളോടുമാണ്, വിശ്വാസികളായ നമ്മളോടാണ്, വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരോടാണ് നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുത്. ആലോചിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര സംസാരങ്ങൾ ആ രൂപത്തിലൊക്കെ വന്നു പോകുന്നുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പലരെ സംബന്ധിച്ചും അങ്ങനെ ആ രൂപത്തിൽ കുത്തുവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വലാ തനാബസൂ ബിൽ അൽഖാബ്, അതുപോലെ തന്നെ നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് ആക്ഷേപിക്കുവാനും പാടില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം ഈ ദുഷ്ട പേരുകൾ വിളിക്കുക എന്നുള്ളത് എത്ര മോശമുള്ള കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ് വമൻ ലം യതുബ്, വന്നു പോയിട്ടുണ്ടാകും അല്ലാഹ്ക്ക് തന്നെ അറിയാം. മനുഷ്യരാണ്, സ്വാഭാവികമായി സാമൂഹ്യ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ വിശ്വാസി എന്ന് പറയുന്നവൻ അത് തിരിച്ചറിയുന്നവനാണ്, അവനാണ് യഥാർത്ഥ വിശ്വാസി. ജീവിതത്തിൽ എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. എന്നിട്ട് അല്ലാഹ് പറയുകയാണ് വമൻ ലം യതുബ്, അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. അവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ വരില്ല, അവരാണ് അക്രമികളായിട്ടുള്ള ആളുകൾ. അങ്ങനെ ആരെങ്കിലും തന്റെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷകരമായി പോവുകയോ അതുപോലെ തന്നെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാകും, സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ, സാഹചര്യം നോക്കാതെ തനിക്ക് പറയാനുള്ളത് ആ രൂപത്തിൽ അങ്ങ് പറഞ്ഞു തീർക്കുന്ന ആളുകൾ ഉണ്ടാകും. അതെവിടെയാണ്, എപ്പോഴാണ്, ആരോടാണ്, എങ്ങനെയാണ് എന്നൊന്നും നോക്കാതെ പറഞ്ഞു തീർക്കുന്ന സ്വഭാവമുള്ള ആളുകൾ. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഇന്നല്ലാഹ യബ്ഗദുൽ ബലീഗ മിനർ റിജാൽ അല്ലദീ യതഖല്ലലു കമാ യതഖല്ലലുൽ ബാഖിറ ബിലിസാനിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയങ്കര ദേഷ്യമാണ്, അല്ലാഹ്ക്ക് കോപമാണ്. എങ്ങനെയുള്ള ആളുകളോട്? അൽ ബലീഗ മിനർ റിജാൽ, സംസാരപ്രിയരായ ആളുകളോട്, വല്ലാതെ തുരുതുരാ സംസാരിക്കുന്ന ആളുകളോട്. അല്ലദീ യതഖല്ലലു കമാ യതഖല്ലലുൽ ബാഖിറ, പശുക്കൾ അയവിറക്കുന്നത് പോലെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അതിനൊഴിവില്ലല്ലോ.
നമ്മള് നാൽക്കാലികളെ വളർത്തുകയാണെങ്കിൽ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്രമിക്കാൻ നമ്മൾ എവിടെയെങ്കിലും കെട്ടിന്നാൽ അപ്പോഴും ഒഴിവില്ല, അപ്പൊ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. വായക്കൊരു സമയത്ത് ഒഴിവില്ല. ആ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യമാണ്, കോപമാണ്. കാരണം അത് അവനെ അപകടത്തിലേക്ക് നയിക്കും എന്നതുകൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇമാം തബറാനി ഉദ്ധരിച്ച ഒരു ഹദീസിൽ മൻ കസുറ കലാമുഹു കസുറ സഖതുഹു, ഒരാളുടെ സംസാരം അധികരിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ വീഴ്ച വർദ്ധിക്കും. വീഴ്ച വർദ്ധിക്കും. ആ സംസാരത്തിലെ അപാകതകൾ അതിലൂടെ അധികമായിട്ടുണ്ടാകും. ധാരാളം സംസാരിക്കുന്ന ആളുകളിൽ ധാരാളം പോരായ്മകൾ ഉണ്ടാകും, പിഴവുകൾ ഉണ്ടാകും, അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാകും. അങ്ങനെ വീഴ്ച അധികരിച്ചാലോ വമൻ കസുറ സഖതുഹു കസുറത് ദുനൂബഹു, ആ വീഴ്ചകൾ അധികരിക്കുമ്പോ പാപങ്ങൾ അധികരിക്കും, കുറ്റം വർദ്ധിക്കും. ആ വീഴ്ചകൾ അതിനെ ന്യായീകരിച്ചും അതുപോലെ തന്നെ അതിൽ ഉറച്ചു നിന്നും പിന്നീട് കുറെ പാപങ്ങൾ അവന്റെ പേരിലുണ്ടാകും. വമൻ കസുറത് ദുനൂബഹു, അങ്ങനെ പാപങ്ങൾ വർദ്ധിച്ചാലോ കാനത്തിന്നാറു ഔലാ ബിഹി, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഏറ്റവും അർഹമായ സ്ഥലം അത് നരകമായിരിക്കും. അപ്പൊ ധാരാളം സംസാരിക്കുന്ന ആളുകൾ, തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ സംസാരത്തിൽ ഒരുപാട് പിഴവുകൾ വരും. ആ പിഴവുകൾ അധികമായി വന്നാലോ അങ്ങനെ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ വരും. അങ്ങനെ കുറ്റങ്ങൾ അധികരിച്ചാലോ അതവന്റെ നരകത്തിലേക്ക് പോകാനുള്ള കാരണവുമായി തീരും. അതുകൊണ്ട് സംസാരിക്കേണ്ടതാണെങ്കിൽ, പറയേണ്ടതാണെങ്കിൽ, പറയേണ്ട സന്ദർഭമാണെങ്കിൽ, പറയേണ്ട പദങ്ങളാണ് എങ്കിൽ അത് ആ രൂപത്തിൽ തന്നെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അയാളോട് പ്രവാചകൻ ചോദിക്കുകയാണ്, കം ദൂന ലിസാനക മിൻ ബാബ്, ഈ മനുഷ്യ, നിന്റെ നാവിന് എത്ര കവാടങ്ങളുണ്ട്? നിന്റെ നാവിന് എത്ര കവാടങ്ങളുണ്ട്? അപ്പൊ അയാൾ പറഞ്ഞു അസ്നാനി വശഫത്തായ, 2 കവാടമുണ്ട്. നാവിന്റെ മുമ്പിൽ പല്ലുകളുണ്ട്, ആ പല്ലുകൾക്ക് മുമ്പിൽ ചുണ്ടുകളുണ്ട്. 2 വാതിലുകൾ സംസാരത്തിന്റെ മുമ്പിലുണ്ട്. സംസാരിക്കാൻ നാവ് ചലിപ്പിക്കുന്നതിന് മുമ്പേ അതിനെ തടഞ്ഞു നിർത്താൻ, നിയന്ത്രിക്കുവാൻ 2 കവാടങ്ങൾ അതിന്റെ മുമ്പിൽ. ആ കവാടങ്ങളിൽ ഒന്ന് പല്ലുകളാണ്, അതുപോലെ 2 ചുണ്ടുകളാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോ പ്രവാചകൻ അയാളോട് പറയുന്നത് അമാകാന ഫീ ദാലിക മാ യറുദ്ദു കലാമുക, ഇങ്ങനെ 2 വാതിലുകൾ നിന്റെ നാവിന്റെ മുമ്പിലുണ്ടായിട്ടും നിന്റെ സംസാരത്തെ എന്തേ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു? നീ ഇങ്ങനെ ആ രൂപത്തിൽ തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ നീ സംസാരിക്കുന്നു. ഈ രൂപത്തിലുള്ള കവാടങ്ങൾ അതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും എന്ന് പ്രവാചകൻ പറഞ്ഞതിൽ സംസാരത്തിൽ നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെയും പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന അഹബ്ബകും ഇലയ്യ വഅഖറബകും മിന്നി ഫിൽ ആഖിറ, പ്രവാചകൻ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, സ്വർഗത്തിൽ എന്നോട് ഏറ്റവും അടുത്തുണ്ടാകുന്ന ആളുകൾ മഹാസിനുക്കും അഖ്ലാഖ, സൽസ്വഭാവികളായ ആളുകളാണ്. ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും നല്ല രൂപത്തിൽ സംസാരിക്കുകയും നല്ല രൂപത്തിൽ ഇടപഴകുകയും അങ്ങനെ സൽസ്വഭാവികളായിരിക്കുന്ന ആളുകളാണ്, അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവരാണ് സ്വർഗത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ടുണ്ടാവുക. എനിക്ക് ഏറ്റവും കോപമുള്ള ആളുകൾ ആഖിറത്തിൽ എന്നിൽ നിന്ന് ബഹുദൂരം അകലെയുണ്ടാകുന്ന ആളുകൾ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളവരാണ്. മോശപ്പെട്ട സ്വഭാവമുള്ളവരാണ്. എന്നിട്ട് ആ മോശപ്പെട്ട സ്വഭാവത്തെ പ്രവാചകൻ വീണ്ടും വിശദീകരിക്കുന്നു. മോശപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ വായാടികളായ ആളുകളാണ് അവർ. പറഞ്ഞ രൂപത്തിൽ ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വായാടികളായ ആളുകളാണ്. അതുപോലെ അൽ മുതഫൈഹിഖൂൻ, അഹങ്കാരികളായ ആളുകളാണ്. അൽ മുതശദ്ദിദൂൻ, കൃത്രിമത്വം ചമച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണ്. സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് കൃത്രിമത്വം ചമച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാനും
അതിനെ അനുവദനീയമായ രൂപത്തിൽ മാത്രം നിയന്ത്രിക്കാനും വേണ്ടി നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരത്തെക്കാൾ കടുത്ത കുറ്റമാണ്. ഗീബത്ത് പറയുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, ആക്ഷേപിക്കുക, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക, അത് വ്യഭിചാരത്തെക്കാൾ കടുത്ത പാപമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, അതെങ്ങനെ നബിയെ, വകൈഫൽ ഗീബ അശദ്ദു മിനസ്സിന, എങ്ങനെയാണ് വ്യഭിചാരത്തെക്കാൾ കടുത്ത പാപമായി ഈ ഗീബത്തുമായി മാറുന്നത്, എങ്ങനെയാണ് അത്ര ഗൗരവമുള്ള കാര്യമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അതിന് പറയുന്ന മറുപടി, ഇന്നർ റജുല ലയദ്നി ഫയതൂബു ഫയതൂബുല്ലാഹ്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ വൈകാരികമായ ഏതെങ്കിലും ചാബല്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ അവൻ വ്യഭിചരിച്ചു പോയാലും അതിന്റെ ഗൗരവവും അതിന്റെ തെറ്റും കുറ്റവും ഒക്കെ ആലോചിച്ചുകൊണ്ട് പടച്ചവനോട് അവൻ തൗബ ചെയ്യും. ആ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കും. എന്നാൽ ഗീബത്ത് പറയുന്ന ആളുകൾ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും ചികഞ്ഞന്വേഷിച്ചുകൊണ്ട് അത് കണ്ടെത്തിക്കൊണ്ട് പറയുന്ന ആളുകൾ, അതിന്റെ പേരിൽ പരിഹസിക്കുന്ന ആളുകൾ, അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ പറയുന്ന ആളുകൾ, അങ്ങനെ പറയുന്ന ആളുകൾ അവനിനി ഒരു പക്ഷേ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ തന്നെ ഈ പറയപ്പെട്ട ആളുകൾ അവന് പുറത്തു കൊടുത്താലേ പഠിച്ചവൻ അത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ പുറത്തിട്ടുണ്ടാവില്ല. കാരണം എന്താ, ഏതെങ്കിലും ഒരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്നെപ്പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, എന്നെപ്പറ്റി ഇന്ന ആളോട് ഞാൻ ഈ രൂപത്തിൽ സംസാരിച്ചു പോയിട്ടുണ്ട്, എന്റെ ഇന്ന കുറ്റവും കുറവ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്ത് തരണം കേട്ടോ, എനിക്ക് പുറത്ത് തന്നാലേ പഠിച്ചവനോട് ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് നമ്മൾ ആരോടെങ്കിലും ആ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പറഞ്ഞതൊക്കെ അവിടെ ബാക്കിയാണ്. എന്നാൽ നമ്മൾ മദ്യപിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ? മറ്റ് തെറ്റുകൾ അഥവാ പടച്ചവനുമായി നേരിട്ട് ബന്ധമുള്ള തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ? നേരിട്ട് കൈകൾ നീട്ടി, നമുക്കിപ്പോ റമളാൻ കഴിഞ്ഞിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ, അപ്പോ ആ രൂപത്തിൽ ആ സമയങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അത് പടച്ചവൻ നമുക്ക് പുറത്തുനിന്നുണ്ടാകും. അതിന്റെ ഇടയിൽ വേറൊരാള് വേണ്ട. ഈ ഗീബത്തും നമീമത്തും അതുപോലെയുള്ള കാര്യങ്ങളും വരുമ്പോ അതിനിടയിൽ ആരാണോ അതിന് ഇരയായിട്ടുള്ളത് അയാൾ അതിന്റെ ഇടയ്ക്ക് വന്ന് നമുക്ക് മാപ്പ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പൊറുക്കപ്പെടുകയുള്ളൂ എന്ന ഗൗരവമായ വിഷയം നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. എന്തിന്? നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സ്വഭാവമുണ്ട്, ചില ആളുകൾക്ക് ദുർനടപ്പുകൾ ഉണ്ടാകാം. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങൾ ഉണ്ടാകും. ചില സമയത്ത് ആളുകൾ മദ്യപാനികളായിരിക്കും, മറ്റ് ദുർനടപ്പുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞു നന്നായി, നല്ല രൂപത്തിൽ അവന് ചിന്തയും ആലോചനയും വന്ന് തിരിച്ചു വന്നു. എന്നാലും നമ്മൾ പറയും, നല്ല ഓന്റെ ഒക്കെ പണ്ട് കാലം എങ്ങനെ നമ്മക്കറിയില്ലേ, ഓൻ ഏത് രൂപത്തിലെ അന്ന് 5 കൊല്ലം മുമ്പ് അല്ലെ 10 കൊല്ലം മുമ്പ് ഇതിലെ നടന്നിരുന്ന കോലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ? അത് പറയുന്നവൻ, അങ്ങനെ ആക്ഷേപിക്കുന്നവൻ ഏറ്റവും വലിയ കുറ്റവാളി ആ പറയുന്നവനാണ്. ആ ചെയ്തിട്ടുള്ള ആൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുത്തിട്ടുണ്ടാകും. ആ പാപഭാരം ഇവന്റെ മേൽ പേറപ്പെടുകയാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് അത്വായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തെറ്റുകൾ ചെയ്തിട്ട് തൗബ ചെയ്തവൻ പിന്നീട് ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞതോടോ ആക്കിയിട്ടാവും, ഓനത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുവാനും നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നമ്മുടെ സംസാരം, നമ്മുടെ നാവ് എന്നത് ഗൗരവത്തോടു കൂടി നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രദ്ധയോടുകൂടി, ആലോചനയോടുകൂടി, കരുതലോടെ സംസാരിക്കുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഒരുപാട് തിരുവചനങ്ങളും വിശുദ്ധ ഖുർആനിന്റെ വചനവും ഉദ്ധരിച്ച് നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നാം വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്തു അൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹ് പറഞ്ഞ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു പോയ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് അവർ ഒന്നും ചെയ്യാത്തവരല്ല, അവർ അധ്വാനിക്കാത്തവരല്ല, അവർ ഇബാദത്തുകൾ ചെയ്യാത്തവരല്ല. പക്ഷേ ലല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവരുടെ അമലുകൾ പിഴച്ചുപോയി. ചെയ്യേണ്ട രൂപത്തിലല്ല, ആ രൂപത്തിൽ നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിലല്ല, വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ അവർ പെട്ടുപോകുന്നത് എന്നാണ്. ഇനി സ്വയം പറയുക എന്നത് മാത്രമല്ല, നമ്മുടെ നാവ് നല്ല രൂപത്തിൽ ഉപയോഗിക്കുക, ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക എന്നത് മാത്രമല്ല, മറ്റുള്ളവർ അത് പറയുന്നത് നമ്മൾ കേട്ടു നിൽക്കുക, അംഗീകരിച്ചു കൊടുക്കുക, പിന്തുണക്കുക, അതിന് തിരിച്ചു കൊടുക്കുക, കൂടെ നിന്ന് കൊടുക്കുക, അതും ഗൗരവമേറിയ കുറ്റമാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഞാനൊന്ന് ചിരിച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളത്, അല്ലെങ്കിൽ ഒന്ന് തലയാട്ടി കൊടുത്തിട്ടല്ലേ ഉള്ളൂ. പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നസ്ദിഹ് സമഅക അൻ ഇസ്തിമാഇൽ ഹനാ, അനാവശ്യം പറയുന്നത് കേൾക്കുന്നതിൽ നിന്ന് നിന്റെ കേൾവിയെ നീ സൂക്ഷിക്കണം. നിന്റെ കാതിലെ പറയുന്നേന്നല്ല, ആരോ പറയുന്നുണ്ട്, അത് കേൾക്കുന്നതിൽ നിന്ന് നിന്റെ ചെവിയെയും അത് കേൾക്കാൻ നിൽക്കരുത്. നീ നിനക്ക് തടയാൻ കഴിയുമെങ്കിൽ പ്രവാചകന്റെ പൊതു നിർദ്ദേശം പോലെ ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയണം, നമുക്ക് സാധാരണ അറിയുന്ന കാര്യം. അതിന് നിനക്ക് കഴിയില്ലെങ്കിൽ നീ അത് കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയെങ്കിലും ചെയ്യണം. കാരണം നീ വാക്ക് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കേൾവിയെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പറയുന്നവന്റെ അതേ പങ്കാളിത്തമാണ് കേൾക്കണമെന്നുള്ളത്. പറയുന്നവന്റെ ആ പങ്കാളിത്തം തന്നെയാണ്. ഓനെന്തൊക്കെ കുറ്റാന്റെ പേരിൽ കിട്ടുമോ അതൊക്കെ കേട്ട് അംഗീകരിച്ചു കൊടുക്കണമെന്നും കിട്ടുമോ. നോക്കൂ നിങ്ങൾ അതിന്റെ ഗൗരവം. പടച്ചമ്പുരാൻ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ ഈ രംഗത്ത് ഒരുപാട് പിഴവുകൾ ഞാനടക്കമുള്ള നമുക്ക് ഓരോരുത്തർക്കും സംഭവിച്ചു പോയിട്ടുണ്ടാകും. അത് നമ്മൾ തിരിച്ചറിയുകയും നിയന്ത്രിക്കുകയും പോരായ്മകൾ പടച്ച റബ്ബിനോട് പറയുകയും നേരിട്ട് പറയാൻ പറ്റുന്നവരോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും നമ്മെ രക്ഷപ്പെടുത്തി എന്ന് വരില്ല. അത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഈ ഗൗരവമേറിയിട്ടുള്ള വിഷയം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പാലിക്കണം എന്നത് നാം ആലോചിച്ച് തീരുമാനമെടുത്ത് എപ്പോഴും ഈ ഗൗരവം ആലോചിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിനെ, നമ്മുടെ സംസാരത്തെ വേണ്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനെ തെറ്റായ രൂപത്തിൽ വിനിയോഗിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ, സംരക്ഷിക്കുമാറാകട്ടെ. പോരായ്മകൾ മനുഷ്യ സഹജമാണ്. അങ്ങനെ വന്നു പോയിട്ടുള്ളത് സ്വയം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താനും തൗബ ചെയ്യാനും പൊരുത്തപ്പെടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള വിശാല മനസ്കരയും സൗഭാഗ്യവും അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാൻ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, തല നരച്ച് താടി നരച്ച് വയോവൃദ്ധന്മാരായി എന്നിട്ടും പള്ളിയിലേക്കും ആരാധനകളിലേക്കും വരുന്ന ആളുകളെ അള്ളാഹുവേ അവർക്ക് ആരോഗ്യവും
ആയുസ്സും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അവർക്കുള്ള രോഗത്തിന്റെ വിഷമതകളെല്ലാം നീ നീക്കേണമേ തമ്പുരാനെ. ഈമാൻ നിലനിർത്തിക്കൊണ്ട് ആ രോഗത്തോട് വിട പറയുന്നത് വരെ ബോധത്തോടുകൂടി നിന്നെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അങ്ങനെയുള്ള അനുഗ്രഹം അവർക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, പ്രായാധിക്യത്തിന്റെ അവശതകളിൽ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന, ബെഡ് റെസ്റ്റുകളായി കഴിഞ്ഞുകൂടുന്ന മറ്റ് വിഷമതകളുള്ള ആളുകൾ ഞങ്ങളുടെ പിതാക്കളായി, മക്കളായി, അതുപോലെയുള്ള ആളുകളായി ഞങ്ങളുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അള്ളാഹുവേ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നീ രോഗശമനം നൽകി, ആഫിയത്ത് നൽകി, ദീർഘായുസ് നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മഹല്ലിൽ നിന്ന് ഒരു സഹോദരി മരണപ്പെട്ടു പോവുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ ഒരു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കുമ്പോ, വിചാരണ ചെയ്യപ്പെടുമ്പോ അവന്റെ അനുഗ്രഹീതമായ സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും അവരെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.